എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നാളെ ഏപ്രിൽ 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ ശ്രദ്ധിക്കേണ്ട റേഷൻ ഗ്യാസ് അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായിട്ടാണ് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് പ്രഖ്യാപിച്ചത്. രണ്ടും വാങ്ങാൻ 40 ദിവസത്തെ സാവകാശം ഇനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ധൃതിപ്പെടേണ്ട ആവശ്യം ഇല്ല. എങ്കിലും കഴിഞ്ഞ 2 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഈ മാസം നിർബന്ധമായിട്ടും റേഷൻ വാങ്ങണം. 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തവരെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്കിൽ നിന്നും സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡിൽ നിന്നും വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസത്തിൽ റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണം. 2 റേഷൻ ഒരുമിച്ച് ഇപ്പോൾ വാങ്ങാവുന്നതാണ്. മെയ് മാസത്തേതും ഏപ്രിൽ മാസത്തേതും ഒരുമിച്ച് വാങ്ങുമ്പോൾ ഇരട്ടി റേഷനാണ് ലഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്നെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. 60 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡിന് 2 മാസത്തേക്കുള്ളത്. കൂടാതെ 6 കിലോ ഗോതമ്പും 4 ആട്ടയും ലഭിക്കും. പിങ്ക് നീല റേഷൻ കാർഡിൽ ആള് എണ്ണത്തിനനുസരിച്ചാണ് സാധനങ്ങൾ ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് 10 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. അതായത് 8 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണുള്ളത്. അതിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 8 കിലോ ഗോതമ്പ് കുറച്ച് പകരം 8 പാക്കറ്റ് ആട്ടയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. അരിയും ഗോതമ്പും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് സൗജന്യമാണ്. ആട്ടയ്ക്ക് മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപ, പിങ്ക് റേഷൻ കാർഡിന് 9 രൂപയും നൽകണം. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ഒരു മാസത്തേക്കുള്ളത്. ഇത് 2 മാസത്തേതാകുമ്പോൾ ഓരോ വ്യക്തിക്കും 4 കിലോ വീതം അരിയാണ് ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിന് 2 മാസത്തേക്കായിട്ട് 10 കിലോ അരി മാത്രമാണ് ഉള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക. വെള്ള നീല റേഷൻ കാർഡിന് 6 ആട്ട 17 രൂപ ഒരാട്ടയ്ക്ക് എന്നുള്ള നിലക്കിൽ ലഭിക്കും. ഏപ്രിൽ മെയ് ജൂൺ മാസ കാലയളവിലെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ, ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ എന്നിങ്ങനെ വാങ്ങാവുന്നതാണ്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ 6 ലിറ്റർ മണ്ണെണ്ണയാണ് ഈ കാലയളവിൽ ലഭിക്കുക. അപ്പോൾ ഈ മാസം വാങ്ങാത്തവർക്ക് അടുത്ത മാസവും വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ഇനി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് ഇപ്പോൾ ക്ഷാമമില്ല. പക്ഷെ കൃത്യമായ ക്ഷാമം ഉണ്ടാകുന്നതിന്റെ കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. പല സ്ഥലങ്ങളിലും വിതരണക്കാർ വാണിജ്യ സിലിണ്ടറുകളിലേക്ക് ഗാർഹിക സിലിണ്ടറിൽ നിന്നും പാചകവാതകം ഊറ്റുകയും വലിയ കൊള്ളവിലക്ക് ഇത് വിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതുമൂലം വീടുകളിലേക്ക് ഗ്യാസ് എത്താത്ത പല സ്ഥലങ്ങളിലും വീടുകളിൽ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അധിക തുക നൽകിയാൽ മാത്രമാണ് ഇത്തരം സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് പോലും ഗ്യാസ് എത്തുന്നത്. വാതക ക്ഷാമം മുതലെടുത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടർ വിൽപ്പന കൊഴുക്കുകയാണ്. അനധികൃതമായി ഗ്യാസ് നിറക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഇടങ്ങളിൽ സപ്ലൈ ഓഫീസർമാരും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരും ചേർന്ന് റെയ്ഡ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് 3000-ഓളം സിലിണ്ടറുകളാണ് ഇതിനകം തന്നെ പിടിച്ചെടുത്തിട്ടുള്ളത്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസറും പത്തനംതിട്ട ജില്ലാ സപ്ലൈ ഓഫീസറുമായ GS ഗോപകുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് തെക്കൻ മേഖലകളിലായി 1000 സിലിണ്ടറുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്കാണ് അനധികൃതമായി പാചകവാതകം നിറച്ച് വിൽപ്പന നടത്തുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ഓരോ ഏജൻസിക്കും നിശ്ചയിച്ച പ്രദേശം ഉള്ളതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് അങ്ങനൊരു നിബന്ധനയില്ല. ഏത് പ്രദേശത്ത് വേണമെങ്കിലും ഇത് വിൽപ്പന നടത്താനുള്ള സൗകര്യമുണ്ട്. 4 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരെണ്ണം കൊടുത്ത് ബാക്കി ഗ്യാസ് കാലി സിലിണ്ടറുകളിലേക്ക് മാറ്റിയാണ് ഒരു തട്ടിപ്പ്. 19 കിലോഗ്രാം സിലിണ്ടറിന് പകരം 15ഉം 14ഉം കിലോ ഒക്കെ നിറച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ചിലർക്ക് 2 മാസം വരെയൊക്കെ ഉപയോഗിക്കുന്ന വീടുകളുണ്ട്. അത്തരക്കാരെ ഇടക്ക് ബുക്ക് ചെയ്യിപ്പിച്ച് ആ സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ സിലിണ്ടറിലേക്ക് നിറച്ചും വിൽപ്പന നടത്തുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് സിലിണ്ടറിൽ നിന്നും 1-2 കിലോ ഗ്യാസ് ചോർത്തിയതിന് ശേഷം മറ്റ് സിലിണ്ടറുകൾ നിറച്ച് വിൽപ്പന നടത്തുന്ന സാഹചര്യവുമുണ്ട്. നമുക്ക് ലഭിക്കുന്ന സിലിണ്ടറുകളിൽ കൃത്യമായിട്ടുള്ള അളവ് ഉണ്ടോ എന്ന് തൂക്കി നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി മുതലെടുത്ത് വലിയ തുക അധികമായി ഈടാക്കുന്ന സാഹചര്യവും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള ഗ്യാസ് വിതരണമോ അമിത തുക ഈടാക്കുന്നതോ ശ്രദ്ധയിൽപ്പെടുകയാണോ എങ്കിലോ അനുഭവപ്പെടുകയാണ് എങ്കിലോ വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓരോ ജില്ലക്കും പ്രത്യേക നമ്പർ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളാണ് ഇനി പറയുന്നത്.
രൂപ 50 പൈസയാണ്. വിവിധ ജില്ലകളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും, അതായത് 1-2 രൂപയുടെ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ ഈ സിലിണ്ടറിന് പുറമെ ഡെലിവറി ചാർജ് കൂടി നൽകേണ്ടി വരും. 5 കിലോമീറ്ററിന് ശേഷമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടി വരുന്നത്. 20 മുതൽ മാക്സിമം 60 രൂപ വരെയാണ് ഡെലിവറി ചാർജ് നൽകേണ്ടി വരുന്നത്. എന്നാൽ 100, 150, 200 ഈ സാഹചര്യത്തിൽ പല ഏജൻസികളും വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാവേണ്ട സിലിണ്ടറുകൾ നമുക്ക് ലഭ്യമാക്കാതെ ഹോട്ടലുകൾക്കും മറ്റും മറിച്ച് വിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ അതാത് ജില്ലയിലെ നമ്പറിൽ വിളിച്ച് പറയണം. നമ്പർ ഇനി പറയുന്നവയാണ്, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ജില്ലയിലെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരം 91 88 52 73 15, കൊല്ലം 91 88 52 73 16, പത്തനംതിട്ട 91 88 52 73 17, ആലപ്പുഴ ജില്ല 91 88 52 73 18, കോട്ടയം ജില്ല 99 88 52 73 19, ഇടുക്കി ജില്ല 99 82 52 73 20, എറണാകുളം ജില്ല 91 88 52 73 21, തൃശ്ശൂർ ജില്ല 91 88 52 73 22, പാലക്കാട് ജില്ല 91 88 52 73 23, മലപ്പുറം ജില്ല 91 88 52 73 24, കോഴിക്കോട് ജില്ല 91 88 52 73 25, വയനാട് 91 88 52 73 26, കണ്ണൂർ 91 88 52 73 27, കാസർഗോഡ് 91 88 52 73 28. ഈ നമ്പറുകളിൽ അതാത് ജില്ലയിൽ വിളിച്ച് പരാതി നൽകാവുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.